ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ അതിർത്തി കാക്കുവാൻ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ രാത്രിക്ക് രാത്രി പാകിസ്ഥാന്റെ താവളങ്ങളും കോട്ടക്കുത്തളങ്ങളും തകർത്തെറിഞ്ഞ ഇന്ത്യ സൈന്യം. ആ സൈന്യത്തിന് രാഷ്ട്രീയമെന്ന ചുവ തൊട്ടുതീണ്ടാതെ ഈ രാജ്യത്തിനു വേണ്ടി കേന്ദ്ര സർക്കാരിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നു കോൺഗ്രസ്സുകാരും, അതായത് ഇന്ത്യ സഖ്യത്തിലെ എല്ലാ നേതാക്കന്മാരും. രാജ്യം അതിൻ്റെ ഏറ്റവും തീവ്രമാർന്ന ഒരു പ്രതിസന്ധിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ രാഷ്ട്രീയത്തെ പറ്റി ചൊല്ലുന്നത് ശരിയല്ല എന്ന ബോധ്യമുള്ള ഒരുപിടി നേതാക്കന്മാരാണ് ഈ രാജ്യത്തിനുള്ളത് എന്നോർത്ത് അഭിമാനിക്കുന്ന ഒരു വലിയ ജനത. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരു ടേബിളിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് രാജ്യത്തെ ഉള്ളം കൈയിൽ സുരക്ഷിതമാക്കി നിലനിർത്തുവാൻ വേണ്ടിയുള്ള എല്ലാ ചർച്ചകളും സജീവമായി നടത്തി. ജാതി മതവർഗ വ്യത്യാസമില്ലാതെ ഈ രാജ്യം എങ്ങനെയാണോ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ രാഷ്ട്രീയത്തിൻ്റെ വ്യത്യാസങ്ങളുമില്ലാതെ ഈ രാജ്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതിൻ്റെ സുരക്ഷയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന രീതിയായിരുന്നു നമ്മൾ കണ്ടുവന്നത്. എന്നാൽ യുദ്ധം അവസാനിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ അതിൻ്റെ ഏറ്റവും പരിപൂർണമാർന്ന വിജയത്തിൽ അവസാനിക്കുമ്പോഴും രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി ഇപ്പോൾ BJP രംഗത്തെത്തിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ പാകിസ്ഥാനെ അറിയിച്ചിരുന്നു എന്ന് രാഹുൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം BJP നേതാവ് അമിത് മാളവിയ രാഹുൽ ഗാന്ധിക്കെതിരായ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെയും അവരുടെ അനുഭാവികളുടെയും ഭാഷയിൽ സംസാരിക്കുന്നതിൽ അതിശയിക്കാനില്ല. പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ പ്രധാന ഓപ്പറേഷനായ ഓപ്പറേഷൻ സിന്ദൂറിന് അദ്ദേഹം പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചില്ല. മാത്രമല്ല, എത്ര ജെറ്റുകൾ നമുക്ക് നഷ്ടപ്പെട്ടുവെന്ന് അവർ ആവർത്തിച്ച് ചോദിക്കുന്നു. അതേസമയം ഇതിനുള്ള ഉത്തരം DGMO ബ്രീഫിംഗിൽ ഇതിനകം തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെന്ന് BJP നേതാവ് അമിത് മാളവ്യ പറഞ്ഞു വയ്ക്കുന്നു. സംഘർഷത്തിൽ എത്ര പാകിസ്ഥാൻ ജെറ്റുകൾ വെടിവെച്ച് വീഴ്ത്തിയെന്നോ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ വ്യോമതാവളങ്ങളിൽ ബോംബിട്ടപ്പോൾ എത്ര വിമാനങ്ങൾ നശിച്ചുവെന്നോ അദ്ദേഹം ഒരിക്കൽ പോലും ചോദിച്ചില്ലെന്നും അമിത് മാളവ്യ പറയുന്നു. അമിത് മാളവ്യ തൻ്റെ പോസ്റ്റിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീറിൻ്റെ പകുതി മുഖവും കാണാം. പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ നിഷാർ ഇൻ പാകിസ്ഥാൻ സ്വീകരിക്കുന്നതാണോ രാഹുൽ ഗാന്ധിയുടെ അടുത്ത നടപടി എന്ന ചോദ്യവും അദ്ദേഹം തൻ്റെ പോസ്റ്റിൽ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ പാകിസ്ഥാനുമായി രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിൽ അവസാനിപ്പിച്ച് നിർത്തുകയാണ് അമിത് മാളവ്യ എന്ന BJP നേതാവ് ചില സംഭവ വികാസങ്ങൾ വിവരിച്ചുകൊണ്ട്. ജനങ്ങളിലേക്ക് പാകിസ്ഥാനോടാണ് രാഹുൽ ഗാന്ധിക്ക് കുറച്ചുകൂടി അധികമായുള്ള കൂറ എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് പ്രകടമാകുന്നുണ്ട്. എന്തായാലും ഇനി അമിത് മാളവിയയുടെ ഈ വാക്കുകൾ ഏതൊക്കെ തരത്തിൽ രാഷ്ട്രീയ ഭൂപടങ്ങളിൽ ഇരുന്ന നേതാക്കന്മാർ ചർച്ച ചെയ്യുമെന്നുള്ളത് കണ്ടറിയേണ്ട ഒന്ന് തന്നെയാണ്.